മണ്ണാൻ മണ്ണാൻ സമുദായ സംഘത്തിന്റെ 21ാമത് സംസ്ഥാന സമ്മേളനം മെയ് 3 ഞായറാഴ്ച മണ്ണാർക്കാട് വെച്ച് നടക്കും. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ രാവിലെ 9:30 മുതലാണ് സമ്മേളനം ക്രമീകരിച്ചിരിക്കുന്നത്. മണ്ണാൻ, വണ്ണാൻ, പെരുമണ്ണാൻ, പെരുവണ്ണാൻ, വേലൻ, പതിയൻ ഈ പേരുകളിൽ അറിയപ്പെടുന്ന സമുദായങ്ങൾ ഉൾപ്പെട്ട ഒരു സമുദായ സംഘടനയാണ് മണ്ണാൻ മണ്ണാൻ സമുദായ സംഘം. 2004 ഈ വിഭാഗങ്ങളിൽ നിന്ന് ഒരു വിഭാഗത്തെ പട്ടികജാതിയിൽ നിന്ന് ഒഴിവാക്കി. പട്ടികജാതിയിൽപ്പെട്ട ആളുകളാണ് പ്രധാനമായിട്ടും. അപ്പോൾ ഉപജീവനത്തിന് വേണ്ടി പണ്ട് മുതൽ അലക്ക് തൊഴിലാളികളാണ്, കൽപ്പണി തൊഴിലാളികളാണ്, വൈദ്യ തൊഴിലാളികളാണ്. വിദ്യാഭ്യാസം കിട്ടി പുരോഗതിയുടെ പാതയിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പൊ ഈ വിഭാഗത്തിലെ പെരുവണ്ണാൻ സമുദായത്തെ 2004 പട്ടികജാതി ലിസ്റ്റിൽ നിന്ന് പുറത്താക്കിയപ്പോൾ അവരെ കൂടി ഇതിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് 2004 സംഘടന രൂപീകരിച്ചത്. കോഴിക്കോടാണ് ഇതിന്റെ ആസ്ഥാനം. അതിനുശേഷം പാലക്കാട് ജില്ലയിലേക്ക് പ്രവേശിക്കുന്നത് വളരെ വൈകിയാണ്. 2019 2019 കോവിഡ് കാലഘട്ടത്തിലായിരുന്നു. അതിനുശേഷം നമുക്ക് പ്രളയം വന്നു. അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകളുണ്ടായി. പാലക്കാട് ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളിലും ഈ സംഘടനയുടെ വേര് ഇപ്പോൾ പിടിച്ചു വരുന്നേ ഉള്ളൂ. അപ്പൊ അതേ അവസരത്തിലാണ് ഈ സംഘടന 21ാം സംസ്ഥാന സമ്മേളനം ആതിഥേയ ജില്ലയായ പാലക്കാട് ജില്ലയിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. സമുദായാംഗങ്ങളുടെ സാമൂഹിക വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലകളിലെ പുരോഗതിയും കാലോചിതമായ പരിഷ്കരണവുമാണ് സമ്മേളനം ലക്ഷ്യമിടുന്നത്. സമുദായത്തെയും പട്ടികജാതി വിഭാഗങ്ങളെയും ബാധിക്കുന്ന മുഖ്യ പ്രശ്നങ്ങളെക്കുറിച്ച് സമ്മേളനം ചർച്ച ചെയ്യും. കൂടാതെ അടുത്ത 3 വർഷത്തേക്കുള്ള പ്രവർത്തന പദ്ധതികൾക്ക് രൂപം നൽകുകയും പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുകയും ചെയ്യും. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നായി 500-ലധികം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. വി.കെ. ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്യും. മണ്ണാർക്കാട് നഗരസഭാ കൗൺസിലർ ഷീബ സുധീഷ്, CPIM മണ്ണാർക്കാട് ലോക്കൽ സെക്രട്ടറി K. മൻസൂർ, BJP മണ്ണാർക്കാട് മണ്ഡലം പ്രസിഡന്റ് ബിജു നെല്ലിപ്പുഴ തുടങ്ങിയവർ ആശംസകൾ നേരും. നമ്മളെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പോൾ SC അട്രോസിറ്റീസ് അതിന്റെ കൺവിക്ഷൻ റേറ്റ് 7%. 93% പെൻഡൻസിയാണ്. അത് എടുക്കുന്നില്ല. അപ്പൊ ഇത്തരം പട്ടികജാതി അതിക്രമങ്ങൾക്കെതിരെ നമ്മൾ കണിശമായി ശബ്ദമുയർത്തുന്ന സംഘടനയാണ്. ഇപ്പൊ ആസന്നമായി നമ്മുടെ മുന്നിൽ സംഭവിച്ച നിതിൻ രാജിന്റെ മരണം നമുക്ക് ഒരിക്കലും അതിനോട് നീതീകരിക്കാൻ കഴിയില്ല. കാരണം കുറ്റവാളികൾ ഇന്ന് പുറത്താണ്. കുറ്റവാളികളെ പിടിക്കുന്നതിൽ ഭരിക്കുന്ന സർക്കാരുകൾ വേണ്ടത്ര ശുഷ്കാന്തി കാണിക്കുന്നുണ്ടോ എന്ന് സംശയമാണ്. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഏർപ്പെടുത്തിയ ഹർത്താലിനോട് നമുക്ക് പൊതുവെ എതിർപ്പാണ്. കാരണം അത് മനുഷ്യന്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ നിഷേധിക്കലാണ്. പിന്നെ 52ഓളം പട്ടിക സംഘടനകൾ ഹർത്താൽ നടത്താൻ വേണ്ടി ആഹ്വാനം ചെയ്തിരുന്നു. നമ്മൾ അതിനോട് ഐക്യദാർഢ്യമാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. അല്ലാതെ നമ്മൾ തെരുവിലിറങ്ങി ആളുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് ഹനിക്കുന്നതിനുള്ള രീതിയിലുള്ള അക്രമ പ്രവർത്തനങ്ങൾക്കും സംഘടന മുന്നിട്ടിറങ്ങുകയില്ല എന്നുള്ളതാണ് സംഘടനയുടെ നിലപാട്. SC തന്നെയാണ്. അതെ. അത് ഉൾപ്പെടുത്തിയിരുന്ന പെരുവണ്ണാൻ സമുദായത്തെ പണ്ട് ഉൾപ്പെടുത്തിയിരുന്നില്ല. ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് 2004 സംഘടന രൂപീകരിച്ചത്. അതിനെതിരെ ശബ്ദമുയർത്തുക. അത് ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോ പട്ടികജാതി ലിസ്റ്റ് തന്നെയാണ്. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി K. സേതുമാധവൻ, ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ദാമോദരൻ കുറ്റവാഞ്ചേരി, ജില്ലാ പ്രസിഡന്റ് KP ശാന്തകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു. CCN മണ്ണാർക്കാട്.